ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ പരിസ്ഥിതി ദിന ക്വിസുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ്. പരിസ്ഥിതി ദിന ക്വിസിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 15 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. 15 ചോദ്യങ്ങളെന്ന് പറയുമ്പോൾ ഇതിൽ ബേസിക് ആയ ചോദ്യങ്ങൾ ഉൾപ്പെടെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ 15 ചോദ്യങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ബേസിക് ആയ കാര്യങ്ങൾ അറിയാമെന്നാണ് അതിൻ്റെ അർത്ഥം. വീഡിയോ എല്ലാവരും അവസാനം വരെ കണ്ട് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാമെന്ന് ഉറപ്പുവരുത്തുക. ഓരോ ചോദ്യം വായിച്ച ശേഷം നിങ്ങൾക്കൊരു സമയം തന്നിരിക്കും. അതിനുള്ളിൽ നിങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുവഴി നിങ്ങൾക്ക് അതൊന്ന് റിവൈസ് ചെയ്യാൻ കൂടി സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. എളുപ്പമുള്ള ചോദ്യമാണ്. ലോക പരിസ്ഥിതി ദിനം ആദ്യമായി ആചരിച്ച വർഷം ഏതാണ്? ഉത്തരം അറിയാമെങ്കിൽ തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ കമൻറ്റ് ബോക്സിൽ ഉത്തരം കമൻറ്റ് ചെയ്യുക. ആയിരത്തി 1973 ലോക പരിസ്ഥിതി ദിനം ആദ്യമായി ആചരിച്ചത്. അതായത് ജൂൺ 5-ാം തീയതി വേൾഡ് എൻവിറോൺമെൻറ്റ് ഡേ ആയി ആഘോഷിക്കാൻ അഥവാ ആചരിക്കാൻ തുടങ്ങിയത് 1973 രണ്ടാമത്തെ ചോദ്യം ഇതാണ്. 2025 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശം അഥവാ തീം എന്താണ്? എൻഡിങ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. ഇതാണ് 2025 വേൾഡ് എൻവിറോൺമെൻറ്റ് ഡേയുടെ സന്ദേശം. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എൻഡിങ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ ഗ്ലോബലി. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്. WWFൻ്റെ പൂർണ്ണ രൂപം എന്താണ്? WWF എന്ന് പറയുന്നത് ഒരു വേൾഡ് വൈഡ് ഓർഗനൈസേഷനാണ്. എൻവിറോൺമെൻറ്റും അതേപോലെ തന്നെ നേച്ചറിനെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓർഗനൈസേഷനാണ് WWF. അതിനെപ്പറ്റിയാണ് ഈ ചോദ്യം. അതിൻ്റെ ഫുൾ ഫോം എന്താണ് എന്നാണ് ഇതിൽ ചോദിച്ചിരിക്കുന്നത്. WWFൻ്റെ പൂർണ്ണരൂപം വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ എന്നാണ്. മുൻപ് ഇതിൻ്റെ പൂർണ്ണരൂപം വേൾഡ് വൈഡ് ഫണ്ട് എന്നായിരുന്നു. വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ എന്ന ഓർഗനൈസേഷൻ ആരംഭിക്കുന്നത് 1961 ഈ WWF ഇന്ത്യയിൽ ആരംഭിക്കുന്നത് 1969. അപ്പോൾ WWFുമായി ബന്ധപ്പെട്ട 3 കാര്യങ്ങളാണ് ഓർത്തു വെക്കേണ്ടത്. ഒന്ന്, അതിൻ്റെ പൂർണ്ണരൂപം. രണ്ടാമത്തേത്, അത് ആരംഭിച്ച വർഷം. അത് 1961. അത് ഇന്ത്യയിൽ ആരംഭിച്ച വർഷം 1969. ഇതെല്ലാം ഓർത്തു വയ്ക്കുക. വീഡിയോയിലെ നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ദേശീയ വനനയം പ്രഖ്യാപിച്ച വർഷം ഏതാണ്? അതായത് നാഷണൽ ഫോറസ്റ്റ് ആക്ട് പ്രഖ്യാപിച്ച വർഷം ഏത്? ദേശീയ വനനയം അഥവാ നാഷണൽ ഫോറസ്റ്റ് ആക്ട് പ്രഖ്യാപിച്ച വർഷമാണ് 1952. നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 1952. അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന മേഖല ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അതായത് നമ്മുടെ ഭൂമിയിലെ ജീവനുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്ന മേഖലയെ പറയുന്ന പേരെന്താണ്? ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന മേഖലയെ പറയുന്ന പേരാണ് ബയോസ്ഫിയർ. നമ്മുടെ ഭൂമിയെ 4 കോമ്പോണൻസ് ആയിട്ടാണ് വേർതിരിച്ചിരിക്കുന്നത്. അതിൻ്റെ ഫോട്ടോയാണ് നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നത്. ആ 4 കോമ്പോണൻസ് ആണ് അറ്റ്മോസ്ഫിയർ, ബയോസ്ഫിയർ, ജിയോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ. ആ 4 കോമ്പോണൻസിലെ ബയോസ്ഫിയറിനെ പറ്റിയാണ് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഭൂമിയിലുള്ള ജീവനുള്ള എല്ലാ സാധനങ്ങളും ഈ ഒരു ബയോസ്ഫിയറിലാണ് ഉൾപ്പെടുന്നത്. രണ്ടാമത്തെ കോമ്പോണൻ്റായ ജിയോസ്ഫിയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എർത്തിൻ്റെ കോറ് തൊട്ട് ക്രസ്റ്റ് വരെയുള്ള എല്ലാ കാര്യങ്ങളുമാണ്. മൂന്നാമത്തെ കോമ്പോണൻ്റ് ആണ് ഹൈഡ്രോസ്ഫിയർ. ഹൈഡ്രോസ്ഫിയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൂമിയിലെ ജലം അഥവാ വാട്ടറുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുമാണ്. എക്സാമ്പിൾ ഗ്രൗണ്ട് വാട്ടർ, സീ, ഓഷ്യൻ, റിവർ എക്സെട്ര. നാലാമത്തെ കോമ്പോണൻ്റ് ആണ് അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയർ എന്താണെന്ന് നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഭൂമിക്ക് 4 കോമ്പോണൻസ് ആണുള്ളത്. ബയോസ്ഫിയർ, ജിയോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ, അറ്റ്മോസ്ഫിയർ. ഇതെല്ലാം അഡീഷണൽ ഇൻഫർമേഷൻസ് ആണ്. ഇതെല്ലാം ഓർത്ത് വയ്ക്കുക.
അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ക്വിസ് ആൻഡ് ഫാക്ട്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിനെ പറ്റി പറയാനുണ്ട്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്വിസ് വീഡിയോസിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് PDF രൂപത്തിൽ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ വളരെയധികം എളുപ്പമായിരിക്കും. അപ്പോൾ ഇതുവരെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. PDF കൂടാതെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഗൂഗിൾ ഫോമിലൂടെ പ്രാക്ടീസ് ക്വിസുകളും നടത്താറുണ്ട്. അപ്പോൾ ഇതൊക്കെ ലഭിക്കുവാനായി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. വീഡിയോയിലെ 5ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ലോക വന ദിനം എന്നാണ്? വേൾഡ് ഫോറസ്റ്റ് ഡേ എന്നാണ്? മാർച്ച് 21-നാണ് ലോക വന ദിനം. വേൾഡ് ഫോറസ്റ്റ് ഡേ മാർച്ച് 21-ാം തീയതിയാണ്. ഇതുപോലെ പ്രകൃതിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ദിവസമുണ്ടെങ്കിൽ പരിസ്ഥിതി ദിന ക്വിസിൽ അത് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയി തോന്നുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിക്കുക. അതായത് പ്രത്യേകിച്ച് ഇതുപോലെയുള്ള ദിവസങ്ങളെപ്പറ്റി, ഇതുപോലെ ചോദിക്കാൻ സാധ്യതയുള്ള ദിവസങ്ങളെപ്പറ്റി നമ്മൾ കുറേ വീഡിയോസിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് ഒന്നും കാണാത്തവരാണെങ്കിൽ ഇത് കണ്ട ഉടൻ തന്നെ ആ വീഡിയോസ് കൂടി കാണുക. 6ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഏതാണ്? കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകമാണ് വയനാട് ജില്ലയിലെ പൂക്കോട് തടാകം. അതായത് കടൽ നിരപ്പ് അഥവാ സീ ലെവലിൽ നിന്ന് 770 മീറ്റർ മുകളിലാണ് ഈ ഒരു പൂക്കോട് തടാകമുള്ളത്. കേരളത്തിൽ തന്നെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഇതാണ്. 7ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇത് നമ്മുടെ മുമ്പുള്ള കുറേ വീഡിയോസിനകത്തുണ്ടായ ചോദ്യമാണ്. ഇത് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. കേരളത്തിൽ ആകെ എത്ര ദേശീയ ഉദ്യാനങ്ങളാണുള്ളത്? ദേശീയ ഉദ്യാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാഷണൽ പാർക്കാണ്. കേരളത്തിൽ 6 നാഷണൽ പാർക്കുകളാണുള്ളത്. അതിൻ്റെ പേര് ഇപ്പോൾ സ്ക്രീനിൽ നൽകിയിട്ടുണ്ട്. ഈ 6 എണ്ണത്തിൻ്റെയും പേരും ഈ 6 എണ്ണം സ്ഥിതി ചെയ്യുന്ന ജില്ലയും കൂടി നിങ്ങൾ നിർബന്ധമായും പഠിക്കുക. ഇപ്പോൾ സ്ക്രീനിൽ അത് കൊടുത്തിട്ടുണ്ട്. വീഡിയോയിലെ 8ാമത്തെ ചോദ്യം, വനഭൂമി ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? അതായത് നമ്മുടെ കേരളത്തിൽ ഫോറസ്റ്റ് ഏരിയ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏത്? ഇടുക്കി ജില്ലയിലാണ് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമി അഥവാ ഫോറസ്റ്റ് ഏരിയ ഉള്ളത്. അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും കുറവ് വനഭൂമിയുള്ള ജില്ലയാണ് ആലപ്പുഴ. അതുകൂടി അഡീഷണലായി ഓർത്തു വെക്കുക. 9ാമത്തെ ചോദ്യം ഇതാണ്. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ വിവരങ്ങൾ അടങ്ങിയ പുസ്തകം ഏതാണ്? അതായത് വംശനാശം നേരിടുന്ന, അതായത് എക്സ്റ്റിങ്ഷൻ നേരിടാൻ പോകുന്ന ജീവികളെ പറ്റി പറയുന്ന പുസ്തകത്തിൻ്റെ പേരെന്താണ്? വംശനാശ ഭീഷണി അഥവാ എക്സ്റ്റിങ്ഷൻ നേരിടുന്ന ജീവജാലങ്ങളെപ്പറ്റി പറയുന്ന പുസ്തകത്തിൻ്റെ പേരാണ് റെഡ് ഡാറ്റ ബുക്ക്. വീഡിയോയിലെ 10ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ചോദ്യത്തിലേക്ക് കടക്കാം. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സംരക്ഷണ കേന്ദ്രം ഏതാണ്? എറണാകുളം ജില്ലയിലെ തട്ടേക്കാട് പക്ഷി സംരക്ഷണ കേന്ദ്രമാണ് കേരളത്തിലെ തന്നെ ആദ്യത്തെ പക്ഷി സംരക്ഷണ കേന്ദ്രം. 10ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം തട്ടേക്കാട് ഇൻ എറണാകുളം ഡിസ്ട്രിക്റ്റ്. 11ാമത്തെ ചോദ്യം, ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി സംഘടന ഏതാണ്? ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി സംഘടന ഏത്? നമ്മൾ കുറേ പരിസ്ഥിതി സംഘടനകളെപ്പറ്റി ഇതുവരെ പറഞ്ഞതാണ് നമ്മുടെ മുമ്പുള്ള വീഡിയോസിലും. അതിനകത്ത് ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി സംഘടനയാണ് UNEP. ഇനി നമുക്ക് UNEPയുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് പഠിക്കാനുള്ളത്. 12ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി സംഘടനയാണ് UNEP എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ UNEP സ്ഥാപിതമായ വർഷം ഏതാണ് എന്നാണ് 12ാമത്തെ ചോദ്യം. UNEP സ്ഥാപിതമായത് 1972-ലാണ്. 12ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 1972. 13ാമത്തെ ചോദ്യം ഇതാണ്. UNEPയുടെ പൂർണ്ണ രൂപം എന്താണ്? UNEPയുടെ ഫുൾ ഫോം എന്താണ്?
യുണൈറ്റഡ് നേഷൻസ് എൻവിറോൺമെൻറ്റൽ പ്രോഗ്രാം എന്നാണ് UNEPയുടെ പൂർണ്ണരൂപം. 13ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് പറയുന്നത് യുണൈറ്റഡ് നേഷൻസ് എൻവിറോൺമെൻറ്റൽ പ്രോഗ്രാം. വീഡിയോയിലെ 14ാമത്തെ ചോദ്യം UNEPയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. UNEPയുടെ ആസ്ഥാനം എവിടെയാണ്? UNEPയുടെ ആസ്ഥാനം കെനിയയിലെ നെയ്റോബി എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ UNEPയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. UNEPയെ പറ്റി പഠിച്ച കാര്യങ്ങൾ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. ആദ്യം നമ്മൾ പറഞ്ഞത് ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി സംഘടനയാണ് UNEP എന്നാണ്. രണ്ടാമത് നമ്മൾ പറഞ്ഞത് UNEP സ്ഥാപിതമായ വർഷമാണ്, അത് 1972. UNEPയുടെ ഫുൾ ഫോമിനെ പറ്റി പറയുന്നുണ്ടായി, അതാണ് യുണൈറ്റഡ് നേഷൻസ് എൻവിറോൺമെൻറ്റൽ പ്രോഗ്രാം. UNEPയുടെ ആസ്ഥാനത്തെ പറ്റിയാണ് അവസാനമായി പറഞ്ഞത്, കെനിയയിലെ നെയ്റോബിയാണ് അതിൻ്റെ ഉത്തരം. UNEP ഇമ്പോർട്ടൻ്റ് ആയ ഒരു സംഘടനയാണ്, അതുകൊണ്ട് ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. പരിസ്ഥിതി ദിന ക്വിസ് എന്ന് പറയുന്നത് വളരെ വലിയൊരു ക്വിസാണ്. അതിൽ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും നമുക്ക് പറയാൻ സാധിക്കുന്നതല്ല, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയി തോന്നുന്ന കാര്യങ്ങളാണ് നമ്മുടെ വീഡിയോയിൽ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോയിൽ പറയുന്ന ചോദ്യങ്ങൾ മാത്രം പഠിച്ചാൽ പോരാ, അഡീഷണൽ ആയി പറയുന്ന ഇൻഫർമേഷൻസ് കൂടി ഓർത്ത് വെക്കുക. ഇതിനു മുമ്പ് നമ്മൾ കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് എല്ലാം കണ്ട ശേഷം അതിലെ ചോദ്യങ്ങളെല്ലാം പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും നല്ലൊരു മാർക്ക് എൻവിറോൺമെൻറ്റ് ഡേ ക്വിസിൽ സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുവരെ വീഡിയോസ് ഒന്നും കാണാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ബാക്കി വീഡിയോസ് കൂടി കണ്ട് അതിലെ ചോദ്യങ്ങളെല്ലാം പഠിക്കുക. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.